സംസ്ഥാനത്ത് ചെത്തുതൊഴിലാളികൾക്ക് സർക്കാർ നിശ്ചയിച്ച വേതനവും ആനുകൂല്യങ്ങളും കാസർഗോഡ് ജില്ലയിൽ അട്ടിമറിച്ചതായി പരാതി. ജില്ലയിലെ പലയിടങ്ങളിലും തൊഴിലാളികളുടെ ക്ഷാമബത്തയും മിനിമം വേതനവും നടപ്പിലാക്കുന്നില്ല. തൊഴിലാളി സംഘടനാ നേതാക്കളും ഉദ്യോഗസ്ഥരും ഷാപ്പ് കോൺട്രാക്ടർമാർക്ക് കൂട്ടുനിൽക്കുകയാണെന്ന സംശയവും തൊഴിലാളികൾ പങ്കുവയ്ക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ തെങ്ങ് എത്താൻ ആളെ കിട്ടുന്നില്ല. തൊഴിലാളികൾക്ക് ആവശ്യത്തിന് ഇൻസെൻറ്റീവും മിനിമം വേതനമൊന്നുമില്ല. ഇങ്ങനെ പോയാൽ കുറച്ച് കഷ്ടത്തിലാവും. സിനോട്ടാ, അങ്ങനെ പോയാൽ നമ്മുടെ അവസ്ഥ കുറച്ച് കഷ്ടത്തിലാവും. അരുണേട്ടാ, എന്നാ പറയാനാ, നമ്മളിപ്പോൾ രാവിലെ മുതൽ 3 നേരം ഒരു തെങ്ങിൽ കയറി നമ്മൾ പണിയെടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നില്ല. ഇപ്പോൾ 2019 നമുക്ക് മിനിമം വേജസ് പ്രകാരം ശമ്പളം വർദ്ധിപ്പിച്ചതാണ് അതേ കള്ളിന്. ഇപ്പോൾ 5 വർഷമായിട്ട് നമുക്കതിൽ 1 രൂപ പോലും വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇപ്പം കിട്ടിയിട്ടില്ല. അപ്പോൾ 2019 സർക്കാർ നമുക്ക് വേണ്ടി ഒരു വിജ്ഞാപനം ഇറക്കി. മിനിമം ഈ ഫീൽഡിൽ പണിയെടുക്കുന്നവർക്ക് മിനിമം ഇത്ര കൂലി കിട്ടണം എന്നുള്ള ഒരു വിജ്ഞാപനമൊക്കെ ഇറക്കിയതാണ്. എന്നാൽ ആ വിജ്ഞാപനത്തിലുള്ള കാര്യങ്ങളൊന്നും നടത്താൻ വേണ്ടി ഇതുവരെ നമ്മൾ 2 യൂണിയനും തയ്യാറായിട്ടില്ല. ഇതൊക്കെ ലേബർ ഓഫീസിൽ, വെൽഫെയർ ഓഫീസിലൊക്കെ അന്വേഷിക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്നത് ഈ ഓഫീസിൽ അത് ലഭ്യമല്ല എന്ന്. വിവരാവകാശ പ്രകാരം വരെ നമ്മളത് ചോദിച്ചതാണ്. നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ നിൽക്കുന്നൊരവസ്ഥയിലാണുള്ളത്. സിനോട്ട്, അപ്പം നമ്മുടെ 2019 സർക്കാർ ഒരു വിജ്ഞാപനമൊക്കെ ഇറക്കി. അതേ കള്ളിന് തൊഴിലാളികൾക്ക് കൂലി വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്തെങ്കിലും നടപ്പാവുണ്ടോ? അതിപ്പോൾ എന്നാ പറയണ്ടേ, 2019 വിജ്ഞാപനം നമുക്ക് 8 ലിറ്ററിന് മുകളിൽ അളക്കുന്ന 16 ലിറ്റർ കള്ള് അളക്കുന്നവരെ നമുക്ക് 5 രൂപയും, 16 മുതൽ 20 വരെ അളക്കുന്നതിന് 7 രൂപയും, 20-ന് മുകളിൽ 10 രൂപയും അവർ മിനിമം വേജസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതുവരെ അത് കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ ഒരു തൊഴിലാളികൾക്കും കിട്ടുന്നില്ല. മാത്രമല്ല, മിനിമം വേജസ് വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും ഏകീകരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ തൊട്ടടുത്ത ഹോസ്റ്റൽ റേഞ്ചിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ പോലും നമുക്ക് കിട്ടുന്നില്ല. സിനോട്ട്, എന്താ നമ്മുടെ സ്ഥലത്ത് മാത്രമേ നടപ്പിലാവാത്തത്? അതെന്താണെന്നാണ് നമുക്കൊരു പിടുത്തമില്ലാത്തത്. മിനിമം വേജസ് ഇപ്പോൾ ഒരു സർക്കാരിൻ്റെ ഒരു വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലായിടത്തും നടപ്പിലാക്കേണ്ടതല്ലേ. കാസർഗോഡ് ജില്ലയിൽ മാത്രം അതെന്തുകൊണ്ട് നടപ്പിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയപ്പോൾ നമ്മുടെ പ്രശ്നം തീരുന്നൊന്നും തോന്നുന്നില്ല. നമ്മുടെ പ്രശ്നം തീരണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ സർക്കാർ ഇടപെടണം, അല്ലെങ്കിൽ തൊഴിലാളി സംഘടനകൾ കൃത്യമായിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുക്കണം. അല്ലെങ്കിൽ നമ്മളൊക്കെ പണി പഠിച്ചേ രക്ഷയുള്ളൂ. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്.